വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പാർട്ട് 1 ഒക്കെ ചെയ്തായിരുന്നു, അപ്പോൾ പാർട്ട് 2 ആണ്. നമ്മളിവിടെ നൈറ്റാണ്, നമ്മളതിൽ ഒരു ബെഡില്ല. നമ്മളപ്പം ഒരു കോൾ ഇരിക്കുന്നല്ലേ, അതും കൂടി എടുക്കണം. കോൾ എടുക്കാം. നമുക്ക് ഇവിടെ കുറച്ച് നേരം സെറ്റിലാവണം, ഈ ഏരിയയിൽ വല്ലതും. കുറച്ച് നേരം ഈ ഏരിയ സെറ്റിലായിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. കുറച്ച് സാധനമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴൊക്കെ അങ്ങോട്ട് പോവാം. താരയൊന്ന് നോക്കട്ടെ. മൊത്തം സോംബീസ് കേസ് താര. ക്രീപ്പറും ഉണ്ട് ഇഷ്ടം പോലെ. നമ്മൾക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഈ വൂള് വെച്ച് വാതിലൊന്ന് അടച്ചേക്കാം. പ്ലൈവുഡ് വേണമെന്ന് തോന്നുന്നു. നമ്മളെ വുഡ് ഇരിപ്പുണ്ടല്ലോ, വുഡ് എടുത്ത് പ്ലൈവുഡ് ആക്കാം. മറ്റേത് 24 ആക്കി വെക്കാം. വേറെ വുഡൊന്നും ഇല്ല. വുഡുണ്ട്, പ്ലൈവുഡ് ഇല്ല. പ്ലൈവുഡ് എടുത്തിട്ട് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. ഇവിടെ ഉണ്ടാക്കും. എന്താ അതിൽ നമ്മളെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. എല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് ഈ വാളുണ്ടല്ലോ, വാളെടുത്തോണ്ട് നമുക്ക് വെളിയിലോട്ടൊന്ന് പോകണം. സോംബീസിനെയൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഈ വൂളിരിക്കട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. അവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ സോംബീസ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു മുയിൽ, അത് കുഞ്ഞായിരുന്നു. ഇതെന്തുവാ, ഏതൊരു അമ്പുമില്ലും വെച്ചെന്നെ അടിക്കുന്നവൻ. ഇവിടുന്ന് രക്ഷപ്പെടണം. എന്തോ ഇത് വന്നല്ലേ. അയ്യോ, സോംബി വരുന്നു. അയ്യോ, സ്കെൽറ്റൻ. ഇതാണെങ്കിൽ വെക്കാനും വയ്യ. ഗൈസ്, ഡെഡായിപ്പോയി. നമ്മൾ ആദ്യം റീസ്പോൺ ആയ സ്ഥലത്താണ് ഗൈസ്. ഇവിടെയാണെങ്കിൽ ഇത്രയും മഞ്ഞും. എന്താ ഗൈസ്, ഈ മഞ്ഞിൽ നിന്ന് നമ്മളെ ഹെൽത്ത് പോവുമോ? എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോവാം ആ സ്ഥലത്തോട്ട്. ഞാൻ ഇന്നോട്ടായിരുന്നു പോയത്. ഇച്ചിരി പാടാ പോവാൻ. ഈ മോർണിംഗ് ആവാത്തതാണ് പാട്, ഈ നൈറ്റ് ആയതുകൊണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ എത്രയും പെട്ടെന്ന് ആൾക്കാരെ കൊല്ലാം. ഇതിപ്പോൾ വലിയ കഷ്ടം കേട്ടോ. ഈ ഫ്രീസ് ആവുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ഇതെന്തുവാ, കുളവാ? നമുക്കിപ്പോൾ ഇത് ഹെൽത്ത് പോകുമല്ലേ. ഇത് ഭയങ്കര പാടാ കേട്ടാ, ഈ ഐസുള്ള സ്ഥലത്തൊക്കെ പോവാൻ. ഇപ്പം മിക്കവാറും നമുക്കിനിയിപ്പോൾ വേറെ സ്ഥലത്തോട്ട് മാറേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ ഐസുള്ള സ്ഥലം മാറണം. ഇപ്പോൾ തിരിച്ച് അവിടെ തന്നെ എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും. അയ്യോ, സോംബി. ഇതെന്താ സോംബീസിൻ്റെ കൂട്ടമാ. സോംബീസിനെ പറ്റിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ ചാടി. ഇവിടെ ഇലയും. ഇവർ ചാടി കയറിയാലോ. കയറാൻ പറ്റും. ചാടി. നമ്മൾ അവിടെ എത്തിയെന്ന് തോന്നുന്നു. നമ്മളെ കേവിൻ്റെ അവിടെ എത്തിയ കുറച്ചും കൂടി പോകണം. വീണ്ടും ആസ്തികൂടം. വീണ്ടും നമ്മൾ അടിച്ച് കഴിച്ച് നമ്മളെ സ്പീഡ് കുറയുമെന്ന് തോന്നുന്നു. സ്ലോ ആയിരിക്കും. ബേസ് ഇവിടെ ഒരു വെട്ടം. ഇവിടെ തന്നെ നമ്മളെ ബേസ്. ഉണ്ടാകും സമ്പൊക്കെ കുത്തിയിരിക്കുന്നു.
എന്തായാലും ഇപ്പം രാവിലെ ആവുമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കുണ്ടല്ലോ ഇതും കൂടി ഉണ്ടാക്കണം, ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം മെനക്കേടാ. ഇതിൻ്റെ ഹെൽത്ത് തീരാറായില്ല. വുഡ് പിക്കാറ്റ്സ് അത് പൊട്ടി. വുഡ് പിക്കാറ്റ്സ് നമുക്ക് മീറ്റാണ് വേണ്ടത്. കയ്യിരിപ്പുണ്ടല്ലോ, ആടിൻ്റെ ഉണ്ട്, പശുവിൻ്റെയും പോത്തിൻ്റെയൊക്കെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, മുയലിൻ്റെ ഉണ്ട്. എന്തായാലും കുറച്ച് വേവിക്കാൻ പറ്റിയ സാധനങ്ങൾ കമ്പുണ്ട്, കമ്പ് വെച്ച് വേവിക്കാം. ഒരെണ്ണേ കിട്ടിയുള്ളൂ, അതിരിക്കട്ടെ എന്നാ. ഇപ്പോൾ രാവിലെ ആവുമോടെ? ഇത്ര നേരമൊന്നും നമ്മളിരിക്കും. നമുക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കാം. സ്പൈഡറുണ്ട് ഗൈസ് അവിടെ. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്ന സേഫേ അല്ല. ഈ സാധനം അവിടെ കുത്താം. രാവിലെ ആവുന്ന കേസ്. അപ്പോൾ നമുക്കെല്ലാം പാക്ക് ചെയ്യാം. എല്ലായിടത്തും നമുക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ട് പോകണം. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം വേണം. നമ്മളതിൽ ലെതർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ലെതർ വെച്ച് തുണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ജസ്റ്റ് അങ്ങ് പൊളിച്ചാൽ എല്ലാം കൈ വന്നേനെ, എടുക്കണ്ടായിരുന്നു. ക്രാഫ്റ്റ് ബോക്സ് എല്ലാം എടുക്കണം. വൂളും എടുക്കാം. ഒരു ചെമ്മരി ആടിനെയും കൂടി എനിക്ക് വേണം. ഇത് ചെമ്മരി. ഓക്കെ. ഗൈസ് എനിക്ക് ബോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ബോണ്. ഗൈസ് ക്രീപ്പറിൻ്റെ അടിമുണ്ട് ഗൈസ്. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ അയണും ഉണ്ട്. ഇതെന്തുവാ പൊട്ടിത്തെറിച്ച് ഗൈസ്. ക്രീപ്പർ എല്ലാ ക്രീപ്പറും കൂടി നമ്മൾ അടിക്കാൻ വരുന്നു. ഇഷ്ടംപോലെ അയണും ഉണ്ട് ഗൈസ് ഇവിടെ. അതുകൊണ്ട് തന്നെ ക്രീപ്പർ ഇവിടെ ഉണ്ട്. ക്രീപ്പർ ഉള്ളതുകൊണ്ട് അയൺ എടുക്കാൻ വയ്യ. ഇനിയിപ്പം നമുക്ക് ഈ സ്ഥലം വിടാം. സോംബി വാ സോംബി. കത്തിപ്പോയി. വാ. മരത്തിൻ്റെ മേളിൽ കൂടി പോകുന്നു, നല്ല രസമാണെന്ന് തോന്നുന്നു. ചാടാം. ആ കുഴി കൂടി പോയെങ്കിൽ പോയേനിപ്പം. എന്തായാലും നമുക്ക് ഈ വഴി പോവാം ഫോറസ്റ്റിലോട്ട്. ഇത് വലിയൊരു കുഴിയാണല്ലോ. നമുക്ക് ഒരു ചെമ്മരി ആടിനെയും കൂടി വേണം. ഫുഡും വേണം നമുക്ക്. ഫുഡ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കണം ഗൈസ്. ഇവിടെ ഒരു കേവല്, ഇത് അപ്പുറത്തോട്ടൊരു കണക്ഷന്. നമുക്കിവിടെ മറ്റേ ഫുഡ് ഉണ്ടാകുന്ന മറ്റേ സാധനം വെച്ചിട്ട് ഫുഡിന് വേവിച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. പെങ്കിനുണ്ടെങ്കിൽ മറ്റേ പെങ്കിനല്ലല്ലോ മറ്റേ ആ സാധനം മത്തങ്ങ, ആ സാധനം വെച്ചിട്ട് ആ സാധനമുള്ള സ്ഥലത്ത് വില്ലേജ് ഉണ്ടെന്ന് പറയും. ഉണ്ടോയെന്നൊന്നും അറിയാൻ വയ്യ. ഇൻപുട്ട് ഫ്യൂവൽ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടി എടുത്തിട്ട് അടുത്ത ഇതിനെയും കൂടി വേവിച്ചിട്ട് അടുത്ത നമുക്ക് ഇത് വെക്കാം. 6 എണ്ണം ഉള്ളത് വെക്കാം. അതാകുമ്പോൾ നമുക്ക് എന്നോട്ടിലൊക്കെ പോവാം. വില്ലേജ് ഒന്നും കാണുന്നുമില്ല ഗൈസ് ഇവിടെ അടുത്തൊന്നും.
കുറേ പോകേണ്ട വരും എനിക്ക് തോന്നുന്നു വില്ലേജ് കിട്ടാൻ. ഞാൻ ഇതെടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങോട്ടേക്ക് പോവാം. ഒന്നും കാണുന്നില്ല ഗൈസ് ഒന്നിനെയും. അവിടെ മറ്റേ കാടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോവാ കാട്ടിലോട്ട്. ഇപ്പം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നു. ഓക്കെ, എല്ലാം വേവിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് പൊളിച്ചുകൊണ്ട് പോവാം. അല്ലേ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു വില്ലേജൊന്നും കണ്ടില്ലെങ്കിൽ വല്ലോ മരം വെച്ചൊരു വീടും ഉണ്ടാക്കി താമസിക്കാം. ഒരു തേനീച്ചക്കൂടുണ്ട്, പൊളിച്ചാലോ? പൊളിക്കാം. ഇതെന്തുവാ? തേനീച്ച. തേനീച്ച കൊത്താൻ വരുന്നു. തേനീച്ചക്ക് പോയിസൺ ഉണ്ട് ഗൈസ്. ഇനി നമ്മൾ വേറെ തേനീച്ചക്കൂടുണ്ട്. നമുക്ക് വേണ്ട ഇനി തേനീച്ചക്കൂട്. കൊത്തുകൊള്ളാൻ വയ്യ. നോക്കണോ? അയ്യോ, വീണ്ടും കുത്താൻ വരുന്നു ഗൈസ്. എന്ത് ഗൈസ്, വീണ്ടും അതൊന്ന് കുത്തുന്ന ഗൈസ് നമ്മൾ. ഇനി ഇവിടെ മഞ്ഞ്. നമ്മൾ വീണ്ടും കുറേ സമയം വീണ്ടും അധ്വാനിക്കണം. മഞ്ഞാണ് പ്രശ്നം ഗൈസ്. നമുക്ക് ഈ സ്ഥലത്തുനിന്ന് പോകാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ പാർട്ട് 2 കൂടി ഞാൻ ഇടാം കേട്ടോ. അല്ല, പാർട്ട് 3 ഇടാം ഗൈസ്. അവിടെ ചെമ്മരിയാടെ ഇപ്പോൾ ഉണ്ട്. നമ്മളെ കണ്ണൊക്കെ ബെഡും കൂടി ആക്കാം ഗൈസ്. അപ്പം ബൈ.